അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനിപ്പോ കുഴിച്ചെടുത്തെന്ന് പറയുന്ന ആ വോയിസ് മെസ്സേജ് പുള്ളി ഡിലീറ്റ് ആക്കിയിട്ട് ഓടി. തെറ്റ് ചെയ്തിട്ടില്ല, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാനൊന്നും ചോദിക്കുന്നില്ലേ, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഓരത്തെ ബന്ധം പറയുന്നു, അയ്യോ നിനക്ക് എന്താണോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നീ അതെന്താ മറ്റവനാണ് മറിച്ചവനാണെന്ന് ഞങ്ങളും കരുത്. ഞാൻ ഒരു മൈരുവല്ല, തെറ്റ് കണ്ടാ പറയും. അതിപ്പോ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും. സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഊള എന്നേ ഞാൻ വിളിക്കൂ. കാരണം ഒരു ഊള രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു സ്ക്രീൻഷോട്ട്, ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടുമായിട്ടും ഒരു ഫേക്ക് വോയിസുമായിട്ടും രംഗത്ത് വന്നിട്ട് ഈ ഊള പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ഇവൻ്റെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഇവനിക്ക് അറിയാവുന്ന ആരെയും കണ്ട് ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻസ്റ്റഗ്രാം വഴി, ഏറ്റവും കോമഡി നോക്കണം, ഇൻസ്റ്റഗ്രാം വഴി ചീത്ത വിളിച്ചെന്നു ഒക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡ് ഇവൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിവിടെ എല്ലാം വെച്ച് തരാം, ഡീറ്റെയിൽ ആയിട്ട് വെച്ച് തരാം. അപ്പം അതിനുമ്പോൾ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ അതിലേക്ക് ഞാൻ വരാം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എഡിറ്റ് ചെയ്ത ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടാണ് ഇവൻ ഇവിടെ വെച്ചേക്കുന്നത്. അതിനകത്ത് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പെണ്ണ് പിടിയാന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മെൻഷൻ ചെയ്തിട്ട് പെണ്ണ് പിടിയാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വോയിസും കയറ്റിയിട്ടുണ്ട്, വോയിസ് മെസ്സേജ്. ഇന്നത്തെ കാലം നമുക്കറിയാമല്ലോ, ഏത് വെച്ചിട്ട് എന്ത് സംഭവങ്ങളും ഒന്നും വേണമെന്നില്ലടോ. സാധാ എഡിറ്റിംഗ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. അഡോബ് ഫോട്ടോഷോപ്പൊക്കെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇവനൊന്ന് എയറിലോട്ടൊന്ന് കയറ്റി വേണം, വേറൊന്നുമല്ല. കാരണം എല്ലാത്തിനും ഒരു മര്യാദയില്ല. ഒന്നുകിൽ ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു, അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് ഈ ഊളപ്പരിപാടി ഇവൻ ചെയ്തു. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനകത്ത് എനിക്ക് വേറെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വോയിസ് മെസ്സേജ് ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനകത്ത് രാഹുലിൻ്റെ വോയിസാന്ന് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുലിൻ്റെ വോയിസാണ്, രാഹുലാണ് ഇത് ചീത്ത വിളിച്ചതിന്. ഞാനൊരു 100 വട്ടം നിങ്ങൾ 100 വട്ടം ഈ ഒരു വോയിസ് കേട്ടോ. ഞാനൊരു 150 വട്ടം കേട്ടിട്ടുണ്ട് ഈ ഒരു വോയിസ്. അത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അല്ല എന്ന് എനിക്ക് ഉറപ്പ്, 100-ൽ 100 അല്ല 200% കൺഫേം ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 200 വട്ടം പോട്ട് നിങ്ങളൊരു 300 വട്ടം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്തിട്ട് ചോദിച്ചു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണ്. ഇനി വേണ്ട, ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമെങ്കിലും തെളിയിച്ചു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞാണ് ഇവൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണെങ്കിൽ ഇവനിക്ക് ഒരു 1 ലക്ഷം രൂപ ഇവൻ തെളിയിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. പോട്ട് ഒരു 2 ലക്ഷം രൂപ ഞാൻ കൊടുക്കും, കടം മേടിച്ചിട്ടാണെങ്കിലും കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണ് ഇതെങ്കിൽ നിങ്ങളൊന്ന് കേട്ടിട്ട് പറ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണോ. എവിടെ എല്ലാം വെച്ച് തരാം. എന്നിട്ട് അവൻ കുറച്ച് ന്യായീകരണങ്ങളൊക്കെ മെഴുകുന്നുണ്ട്. എല്ലാം മെഴുകിയതിന് ശേഷം എനിക്ക് കുറേ ആളുകൾ ഇവനെ തെറി വിളിച്ചെന്ന് തോന്നുന്നു, വൈറൽ കയറ്റി വിട്ടു. അതിനൊക്കെ ശേഷം ഇവൻ എന്തെന്നറിയാവും, പിന്നെ വേറൊരു അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ട് ഇവൻ പറയുവാണ്, ഞാൻ വിട്ടു, ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആ രാഹുൽ അയച്ചേക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളി എങ്ങോട്ട് ഓടിപ്പോയെന്ന്. അടുത്ത സ്ക്രീൻഷോട്ടുമായിട്ട് ഇവൻ പിന്നെ വന്നിരിക്കുന്നത്. അതാണ് ഇവൻ പക്ക ഉടായ്പാണ്. എന്തുവാടെ ഇവൻ സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇവൻ ആരാന്ന്. എന്തായാലും ഇവനിക്ക് കുറേ തെറിവിളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനം വന്നിട്ട് മെഴുകിയിട്ട് പോയത്. ഒന്നുകിൽ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച് കൂട്ടിയ പരിപാടി, അല്ലെങ്കിൽ വേറെ ആരോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇലക്ഷന് കുറേ വീഡിയോ കിട്ടുമല്ലോ. അപ്പം ഇവനിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇവൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെണ്ണ് പിടിയെന്ന് അങ്ങോട്ട് അയച്ചേക്കുന്നു, അതിന് റിപ്ലൈ ആയിട്ട് രാഹുൽ ഇങ്ങോട്ട് അയച്ചേക്കുന്ന ഒരു വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവൻ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, രാഹുലിൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ പറയട്ടെ, ഇപ്പം ഇപ്പം ഈ രാഹുലിൻ്റെ വോയിസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു എക്സാമ്പിൾ പറയുവാണ്, രാഹുലിൻ്റെ വോയിസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങോട്ട് ഒരാളെ കയറി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, അങ്ങോട്ട് ഒരാളെ കയറി പെണ്ണുപിടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഒരു റിപ്ലൈ എങ്ങനെ ആയിരിക്കും? നീ പോയി പണി നോക്കടാ ഊളേന്ന് പറയും. ഞാനാണെങ്കിലും പറയും ഇങ്ങോട്ടടുത്ത്. ഞാൻ പിന്നെ അത് മെസ്സേജ് നോക്കാറില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ റീപ്ലൈ കൊടുക്കുമെന്ന് എന്തുവാടെ? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനൊക്കെ ഇത് വന്നിരുന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് വീഡിയോ ഇടുക. ഒന്നുകിൽ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇത് ശരിയാണോ സത്യമാണോ ഒന്നും അറിയാതെ അതാ ഞാൻ പറഞ്ഞത്, ഇവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയാതെ അവൻ ചെയ്യത്തില്ല. കാരണം ഇവൻ അറിയാതെ ചെയ്തതാണെങ്കിൽ ഇവൻ ആ വോയിസ് മെസ്സേജ് ഒരു 10 വട്ടമെങ്കിലും കേട്ട് നോക്കും രാഹുലിൻ്റെ വോയിസ് ആണെന്ന്.
കൊച്ചു കുഞ്ഞുങ്ങളടുത്ത് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് ആണോ എന്ന്. എന്നിട്ട് നീ ഒന്ന് എന്തൊരു ഊളത്തരമാണ് നീ വന്നിരുന്നിട്ട്, നിനക്ക് നാണം ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനെ പോലത്തുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കള്ള വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്ത് വിടാനെ കൊണ്ട്, കള്ള വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസുകളും ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒരാളെ മെക്കിട്ടോട്ട് കയറാൻ. എന്തായാലും ഞാൻ ഇവിടെ അവൻ പറയുന്ന ആ ഒരു വീഡിയോയും ആ വോയിസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് ഇവനെ മാക്സിമം ഒന്ന് എയറിലോട്ടൊന്ന് കയറ്റി വിട്ടു. കാരണം ഇവനെ പോലത്തുള്ള ആളുകളാണ് ഇതുപോലുള്ള കള്ള വാർത്തകളൊക്കെ കൊണ്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ അവൻ പറയുന്നതൊന്ന് കേട്ടോക്കെ. രാഹുൽ മാങ്കൂട്ടം ജി, മോശമല്ലേ ഈ കാണിക്കുന്നതൊക്കെ? പിള്ളേരാരെങ്കിലും ഈ നിങ്ങളിടുന്ന സ്റ്റോറിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തമാശ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയൊക്കെ പറയാമോ? നിന്റെ അമ്മയോ പെണ്ണും പുള്ളയോ പെങ്ങളോ അല്ലല്ലോ പറഞ്ഞേ. ഒരാളുടെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നതിനെ ഞാൻ ഇന്നും എതിർക്കുന്നു. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഇതുപോലെ വന്നേച്ച് ഒരാളുടെ അമ്മേനെയും പെങ്ങളെയും ഭാര്യനെയും ഒക്കെ പറയുന്നത് വെറും ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ ചെറ്റത്തരം തന്നെയാണ് രാഹുലെ. എടാ ഊളെ, നീ ആ ഒരു വോയിസ് നീ ഒരു 100 വട്ടം പോട്ടെ, നീ ഒരു വട്ടം പോലും നീ കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വട്ടം പോലും നീ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് രാഹുലിൻ്റെ വോയിസ് അല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നീ പൈസ മേടിച്ചിട്ടോ എന്തോ PR പണിയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നീ റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഇട്ട് അവസാനം എല്ലാവരും കൂടെ കയറി പൊങ്കാല ഇട്ടപ്പോഴത്തേക്ക് നീ തിരുത്തി പറഞ്ഞു, അത്രേ ഉള്ളൂ. അവസാനം വേറൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇതിനകത്ത് വെക്കാം. ഇവൻ തന്നെ തിരുത്തി പറയുന്ന സംഭവമുണ്ട്. അപ്പം പിന്നെ ഇവൻ പറഞ്ഞല്ലോ ഒരു ജനപ്രതിനിധിയായിട്ട് ഇങ്ങനെ ചെയ്യാമോന്ന്. ഒരു ജനപ്രതിനിധി അങ്ങോട്ട് അങ്ങനെ തന്നെ രാഹുലിൻ്റെ വോയിസ് തന്നെ ആണെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇരിക്കട്ടെ, ഒരു ജനപ്രതിനിധി ആരെയാണെങ്കിലും അങ്ങോട്ട് കയറി ചീത്ത വിളിക്കുക, അങ്ങോട്ട് കയറി തെണ്ടിത്തരം പറയുക, പെണ്ണുപിടിയെന്നും കള്ളനെന്നും കഞ്ചാവ് പിടിക്കാരനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിക്കും. ആരാണെങ്കിലും തിരിച്ചുള്ള പ്രതികരണം ചിലപ്പം ഇതിലും മോശമായിരിക്കും. നീ പോയി പണി നോക്കണ ഊളെ, അല്ലെങ്കിൽ നിന്റെ വീട്ടിലെങ്ങാനും നിന്റെ വീട്ടിലെങ്ങാനും കൊണ്ടുവച്ചിട്ടാണോ ഞാൻ കുടിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും റിപ്ലൈ പോകുന്നത്, അല്ലേ? അല്ലാതെ ആരും ഇങ്ങോട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ പെണ്ണുപിടിയാന്ന് പറഞ്ഞ് മെസ്സേജ് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ അത് 2 കൈ നീട്ടി സ്വീകരിച്ച് ഓക്കേടാ മോനെ സുഖാനോ എന്ന് ചോദിച്ച് റിപ്ലൈ കൊടുക്കൂ? ഇല്ല, ആരും കൊടുക്കത്തില്ല. പിന്നെ ഇവിടെ രാഹുലിൻ്റെ മെസ്സേജ് അല്ല, രാഹുലിൻ്റെ വോയിസ് അല്ലെന്ന് ഏതൊരാൾക്കും അറിയാവുന്ന കേസാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കേ. പിന്നെ രാഹുലിനെ പോലെയുള്ള ആൾക്ക് ഇതുപോലെ മറുപടി കൊടുക്കാനാണെങ്കിൽ എത്ര പേർക്ക് മറുപടി കൊടുക്കേണ്ടി വരും? എത്ര പേർക്ക് മറുപടി? ചിലപ്പം പുള്ളിയുടെ ഇൻബോക്സിനകത്ത് ഒരുപാട് പേര് ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് പേര് പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കാമേ. അപ്പോൾ ഇതിനേക്കാളും വലിയ മെസ്സേജുകൾ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ അതൊക്കെയാണല്ലോ സമയം എടുത്ത് നോക്കാൻ. പിന്നെ പുള്ളിക്കാരനെ പോലെ ഒരാൾ, ഒരു MLA പദവിയിലിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള ഊള റിപ്ലൈ കൊടുക്കുമെന്ന് ഏത് വിവരം കെട്ടവനാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത്? അറിയാനും കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിക്കുമോ? ഇവൻ പറയുന്ന ബാക്കി കാര്യം കൂടെ ഒന്ന് കേട്ടു നോക്കാൻ. എന്തായാലും കുറെ ആളുകൾ ഞെട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കാഞ്ഞത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ അങ്ങ് പറയുക. ഞാൻ ഇതിന് തൊട്ട് മുമ്പിട്ടിരിക്കുന്ന വീഡിയോ രാഹുൽ മാങ്കൂട്ടം ഒരാളെ വിളിച്ചിട്ട് അമ്മയുടെയും അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും കെട്ടിയവർക്കും ഒക്കെ പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ഞാൻ അതിന്റെ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ ഇൻബോക്സിലായിക്കോട്ടെ, ആ വീഡിയോയുടെ കമന്റ് ബോക്സിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നിറയുന്നത് നീ ആ ശബ്ദം കേട്ട് നോക്കടാ, അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ലടാ, ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനൊന്നും ചെയ്യത്തില്ലടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ, നീ മണ്ടനാണോടാ എന്നൊക്കെ ചോദിക്കുന്ന ചില മാന്യന്മാരെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് എല്ലാവർക്കും കമന്റിൽ പോയി റിപ്ലൈ കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് പറയുകയാണ്. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നിട്ട് ഇൻബോക്സിൽ വന്ന മെസ്സേജാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ ഏത് ഊളയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവൻ പറയുന്ന ഊളത്തരം അല്ലേ, ഇന്നത്തെ കാലത്ത് AI വെച്ചിട്ടും അല്ലെങ്കിൽ ഓരോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാടേ. പല ആളുകളും നമ്മൾ കാണുന്നതാണ് മമ്മൂക്ക മെസ്സേജ് അയച്ചിട്ടുള്ള എഡിറ്റ് ചെയ്തിടുന്നതും. എന്തിനു വേണം പറയാം, തല വരെ വെട്ടിവെച്ചിട്ട് പല പരിപാടികളും നടത്തുന്നുണ്ട് അത്രയും ഒറിജിനാലിറ്റി ആയിട്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ഇവൻ പറഞ്ഞല്ലോ, ഇവൻ പല ആളുകളും പോയി ഞെട്ടിയിട്ട് ഇവൻ്റെ ഇൻബോക്സിൽ പോയി, ഈ ചങ്ങാതിയുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയച്ചെന്ന്. ഊളെ, സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നിന്നെ വന്ന് പൊങ്കാല ഇട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അല്ലെന്ന് ഏത് കൊച്ചു കുഞ്ഞിനെ അവർ അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ വന്ന് പൊങ്കാല ഇട്ടത്. നീ ഒന്നെങ്കിൽ എവിടെന്നോ മേടിച്ച് PR പൈസയുടെ അല്ലെങ്കിൽ എവിടെന്നോ കിട്ടിയ പൈസയുടെ പുറത്ത് ചെയ്തൊരു വീഡിയോ, അല്ലെങ്കിൽ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. നല്ലപോലെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്.
പിന്നെ നീ പറഞ്ഞല്ലോ ഇത് രാഹുലിൻ്റെ വോയിസ് ആണെന്ന് നിനക്ക് നീ തെളിയിക്കുവാണെങ്കിൽ 1,00,000 രൂപ ഞാൻ തരും, 1,00,000 രൂപ ഞാൻ തരും. നീ തെളിയിക്കുവാണെങ്കിൽ ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ടിട്ട് പുള്ളിയെ നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാനെ കൊണ്ട് നോക്കുന്നുകൊണ്ടാണ് നമ്മളൊക്കെ, ഞാനും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ആരാണെങ്കിലും, അതിന് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും വി ഡി സതീശനായാലും പിണറായി വിജയനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ആരാണെങ്കിലും ഏത് വശത്തുള്ളവരാണെങ്കിലും അവർക്കെതിരെ ഇതുപോലുള്ള കള്ളക്കേസുകൾ കൊണ്ടിട്ടെങ്കിൽ ആരാണെങ്കിലും പ്രതികരിക്കും. ഞാനത് അതിന് അവർക്കെതിരെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് നീ കാണിച്ചത് ഊളത്തരമെന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് രാഹുലിൻ്റെ വോയിസ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ 1,00,000 രൂപ ഞാൻ നിനക്ക് കണ്ണടച്ചങ്ങോട്ട് തരും. നീ തെളിയിക്കാതെ തെളിയിച്ചിട്ട് വന്നിരുന്ന വീഡിയോ ഇടും. ഇനി ഇവൻ അടുത്ത പറയുന്നതെന്ന് കേൾക്കണം. അതിനുശേഷം ഇവൻ ആ വോയിസ് ഡിലീറ്റ് ആക്കിയിട്ട് രാഹുൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട വോയിസ് ഡിലീറ്റ് ആക്കിയിട്ട് രാഹുൽ വോയിസ് ഡിലീറ്റ് ആക്കി ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മെഴുകി വരുന്നുണ്ട്. എന്തുവാടേ, നാണമാനം എളുപ്പമുണ്ടോ? ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇവൻ്റെ കണ്ണടച്ച് വീഡിയോ കാണുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലുള്ള തെറ്റിദ്ധാരണകളും ഇതുപോലുള്ള കള്ള വാർത്തകളൊക്കെ ആണല്ലോ അടിച്ചെടുത്ത് കൊണ്ട് വിടുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എന്തായാലും ചങ്ങാതി നാണവമാനം ഉളുപ്പും ഇല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ബാക്കി പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല എന്നുണ്ടെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എനിക്കെതിരെ കേസ് കൊടുക്കാനും നിയമം വഴി എന്നെ പൂട്ടാനും. ഇനി അല്ല അത് രാഹുൽ മാങ്കൂട്ടം അല്ല ആ മെസ്സേജ് അയച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇതുപോലെയുള്ള തെണ്ടിത്തരം പറയാനായിട്ട് ഏത് മറ്റേ മോനാണ് കൊടുത്തിരിക്കുന്ന അവകാശം എന്നുള്ളത് അദ്ദേഹമാണ് തെളിയിക്കുക. അങ്ങനെ രാഹുൽ ഒരാൾക്കും അക്കൗണ്ട് കൊടുത്തിട്ടില്ല. കാരണം പുള്ളിക്ക് ഇത്രയും കേസും കാര്യങ്ങളും കിടക്കുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ കയ്യിലായിരുന്നു പുള്ളിയുടെ അക്കൗണ്ടും ഐ ഡിയും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് വേറെ കാര്യം. പിന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇത് കൊച്ചു കുഞ്ഞിന് വരെ അറിയാവുന്നതാണ്. അപ്പം ഇതിനെതിരെ കേസ് രാഹുലിൻ്റെ വോയിസ് ആണെങ്കിലേ നിങ്ങൾ തെളിയിക്കുക, രാഹുലിൻ്റെ വോയിസ് ആണെന്ന് ഞാൻ പറയുന്നത് തെളിയിക്കുക, അത് കള്ളമാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തു. എന്തുകൊണ്ട് നാണോ ഉളുപ്പുണ്ടോ? അത് രാഹുലിൻ്റെ വോയിസ് അല്ല. ഞാൻ പറയട്ടെ, നീ അത് തെളിയിക്കുക. നീയാണല്ലോ ഈ സംഭവം കൊണ്ടുവന്നത്, ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടും ക്രിയേറ്റ് ചെയ്ത് നീ കൊണ്ടുവന്നല്ലോ. നീ തെളിയിക്കുക അത് രാഹുലിൻ്റെ വോയിസ് ആണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ 1 രൂപ വെച്ച് പിരിവിട്ടിട്ട് നിനക്ക് ആ പൈസ കൊണ്ട് ഫ്രീ ആയിട്ട് തരും. ചെറിയ ഉളുപ്പുണ്ടോ? നാണോ മാനോ ഉണ്ടോ? ഇതുപോലെ വന്ന് കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് വിടാൻ. ഇതുകൊണ്ട് എന്ത് കിട്ടുന്നത്? ഇതുകൊണ്ട് എന്ത് കിട്ടുന്ന? ആ വോയിസ് ഒരു ചങ്ങാതി നിങ്ങൾ ഒരു തവണയൊന്ന് കേട്ട് നോക്ക്, 1 തവണയൊന്ന് കേട്ട് നോക്ക്, 2 തവണ കേട്ട് നോക്ക്. ഈ വീഡിയോ എടുക്കുന്ന സമയം വേണ്ടല്ലോ, ഒരു 30 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് കണ്ടേ ഉള്ളൂ. അത് രാഹുലിൻ്റെ വോയിസ് അല്ലെന്ന് ഏതവനിക്കാണ് അറിയാത്തത്? എൻ്റെ പൊന്നോ, ഇതുപോലുള്ള അപരാധങ്ങളാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളതെന്ന് ഓർക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ടെസ്റ്റ് ലാസ്റ്റ് ഈ ഊള പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കേ. പ്രിയപ്പെട്ട ന്യായീകരണ തൊഴിലാളികളെ, പോയി, ഞാൻ നിർത്തി. ഇനി ഞാൻ പറയത്തില്ല. നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി. ഞാൻ ഇനി പറയത്തില്ല. ആദ്യത്തെ വീഡിയോ ഇട്ട നിമിഷങ്ങൾക്കകം തന്നെ പുള്ളി അയച്ച വോയിസ് മെസ്സേജ്, അതായത് നീയൊക്കെ വന്ന് ന്യായീകരിക്കുന്ന പുള്ളി അയക്കാത്ത അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനിപ്പോ കുഴിച്ചെടുത്തെന്ന് പറയുന്ന ആ വോയിസ് മെസ്സേജ് പുള്ളി ഡിലീറ്റ് ആക്കിയിട്ട് ഓടി. തെറ്റ് ചെയ്തിട്ടില്ല, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാനൊന്നും ചോദിക്കുന്നില്ലേ, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. ഓരത്തെ വന്നിട്ട് പറയുന്നു, അയ്യോ നിനക്ക് എന്താണോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, നീ അതെന്താണ് മറ്റവനാണ് മറിച്ചവനാണെന്ന് ഞങ്ങളും കരുത്. ഞാൻ ഒരു മൈരുവല്ല. തെറ്റ് കണ്ടാ പറയും. അതിപ്പോ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP കാരനായാലും. സംഘി ന്യായീകരണം കണ്ടിട്ടുണ്ട്, കമ്മി ന്യായീകരണം കണ്ടിട്ടുണ്ട്, ഇപ്പൊ കൊങ്ങി ന്യായീകരണങ്ങളും ഈ കമന്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നുണ്ട്. നീ സംഖ്യയല്ല കൊങ്കിയല്ല കമ്മിയല്ല ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. നാണമാനം ഉളുപ്പുണ്ടോ ചങ്ങാതി? ആദ്യം ഇതുപോലൊരു സംഭവം കൊണ്ടിട്ടിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ എടുത്ത് പൊങ്കാലിട്ടപ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ട് 2 അക്കൗണ്ട് തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ രാഹുലിൻ്റെ ഒരു ഇൻബോക്സിൽ കയറിയിട്ട് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് വേറെ എവിടെന്നെങ്കിലും കൊണ്ട് അങ്ങോട്ടൊരു വോയിസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് കയറ്റി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അറിയത്തില്ല. ഇതിനൊക്കെ ഇന്നത്തെ കാലത്തൊന്നും ഇതൊന്നും ആരും വിശ്വസിക്കത്തില്ല. കാര്യം പിന്നെ വേറൊരു കാര്യം, ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു 50% വിശ്വസിക്കാം. പക്ഷേ അത് വോയിസ്, അയ്യോ രാഹുലിൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന എൻ്റെ ചങ്ങായി നീ ഉണ്ടല്ലോ, നീ ലോക ദുരന്തമാണ്. രാഹുലിൻ്റെ വോയിസ് ആണോ നീ ഇത്? രാഹുലിൻ്റെ വോയിസ് ഒറ്റവട്ടം കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും രാഹുലിൻ്റെ വോയിസ് അല്ല. 1 വട്ടം കേട്ടാൽ മതി. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പിന്നെ ഇത് എന്തുപടി. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് എന്തായാലും
കമൻറ്റ് ചെയ്യുക ഈ ചങ്ങാതിയെ പറ്റിയിട്ട്. പുള്ളി ആരാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ നമുക്ക് വിട്ടുപോകാൻ പറ്റുന്ന കേസൊന്നുമില്ല, അതുകൊണ്ടും റിയാക്ട് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് എല്ലാവരും ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു.